ഗുഡ് മോർണിംഗ്. അന്വേഷ് ഉൽപ്പാദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി സമയം 10:11 മണി ആയിട്ടുള്ളൂ. ജോൺസേട്ടായി കടയിൽ പോകാൻ ഒരുങ്ങുന്നുള്ളൂ. പക്ഷേ ഞാൻ ജോൺസേട്ടൻ ഇന്ന് ചോറ് തീറ്റിച്ചിട്ടേ വിടുള്ളൂ. ബിക്കോസ് ഉച്ചയാകുമ്പോഴേക്കും കറികളൊക്കെ കേടാവുമെന്ന് എനിക്കൊരു പേടി. അപ്പോൾ ഈ 11 മണിക്കൊക്കെ ചോറിൻ്റെ പോയാൽ ജോൺസേട്ടനെ പിന്നെ വൈകുന്നേരം നോക്കിയാൽ ജോൺസേട്ടൻ്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് എല്ലാവരും പറഞ്ഞു കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ഇട് ചേച്ചി, ലെങ്ത് ഉള്ള വീഡിയോ, മറ്റേത് കുറച്ച് നേരം ചേച്ചിനെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്നെ ഇങ്ങനെ കാണണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിന് തടസ്സം പറയും? ഇവിടെ ഉള്ള ഒരാൾക്ക് എന്നെ കാണുന്നതേ താല്പര്യമില്ല. എടാ ചുന്ദരനായില്ലേ ദേ നല്ല അയില വറുത്തതുണ്ട്, ചോറ് ഇന്നലത്തെ തിളപ്പിച്ച് വറുത്തു, ഇന്നലത്തെ പയറ് മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ ഞാൻ കുറച്ച് തൈരാക്കിയിട്ടുണ്ട്. ഈ സ്പൂണിന് കേട്ടോ തൈരാക്കിയിട്ടുണ്ട്. ആ സ്പൂണിൽ എങ്ങനെ എടുക്കും? പരിപ്പറി കുറയാൻ വേണ്ടി ഞാൻ കൊടുത്ത സ്പൂൺ കേട്ടോ. പിന്നെ ജോൺസേട്ടയ്ക്ക് ഒന്നിനൊരു പരാതി ഇല്ലാത്ത മനുഷ്യനായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് തൈര് നല്ല കാന്താരി വെച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുക്കളയൊക്കെ കുറച്ച് കോലം കെട്ടിരിക്കുകയാണ്, കാരണം ഞാനിപ്പോൾ മീൻ നന്നാക്കി കഴിഞ്ഞതേ ഉള്ളൂ. ജോൺസേട്ടായി മീൻ കഴിക്കുന്നില്ല. ജോൺസേട്ടായിക്ക് സമ്പൂർണ്ണ നോമ്പാണ്. ഞാനിത് എനിക്കുള്ള അയില വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 അയില ആർക്കായി എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാകും. എൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്കുള്ളതാണ്. അത് പറയുമ്പോൾ എൻ്റെ ജോൺസേട്ടാ എൻ്റെ അമ്മായിമ്മയ്ക്കല്ലല്ലോ കൊടുക്കുന്നത്, ജോൺസേട്ടൻ്റെ അമ്മായിമ്മയ്ക്കല്ലേ? അന്നൊന്നെങ്കിലും വേണ്ടേ എൻ്റെ അടുത്ത്? എൻ്റെ അമ്മായിമ്മയ്ക്കല്ലല്ലോ ഞാൻ കൊടുക്കുന്നത്, ജോൺസേട്ടൻ എൻ്റെ അമ്മായിമ്മയ്ക്കല്ലേ? കാരണം ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാതെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ജോൺസേട്ടൻ പറയും നിനക്ക് എന്നെക്കാളും ചക്കരേനെക്കാളും ഇഷ്ടം നിൻ്റെ അമ്മേനെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെ തന്നെയാണ്. അമ്മയാണ് എന്നെ ലോകം കാണാൻ പഠിപ്പിച്ചത്, അതുകൊണ്ട് അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ കുശുമ്പത്തും കുശുമ്പാ. രാവിലെ എഴുന്നേറ്റ് എൻ്റെ അടിച്ചുവാരി തുടച്ചിട്ടില്ല, അടിച്ചുവാരിലൊക്കെ കഴിഞ്ഞു കേട്ടോ. കണ്ടോ നല്ല നീറ്റാക്കിയിട്ടേക്കുന്നുണ്ടോ. തുണിയൊക്കെ ആറിയിട്ടേക്കുവാണ്. അത് ഇന്നലെ അലക്കി ആറിയിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഞാൻ കുറച്ചെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് ഡേയും ഇല്ല ലൈഫും ഇല്ല, എന്നാലും കാണിച്ചു തരാം. എന്താ ജോൺസേട്ടെ കളിയാക്കും. എന്ത് ജോൺസേട്ടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, നിങ്ങൾ ആരും ഞെട്ടരുത്. ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിലും ജോൺസേട്ടായി എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിൽ ഇരുന്ന് കഴിക്കുന്നത്. അല്ല ജോൺസേട്ടായി, ഇതുപോലത്തെ ഒരു ചെക്കനെ കിട്ടണം നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. കിട്ടൂല, ഇമാതിരി ആയിട്ട് ഇതൊന്നും മാത്രമേ ഉള്ളൂ. എൻ്റെ മോൾക്കാണെങ്കിൽ എൻ്റെ ജോൺസേട്ടനെ പോലത്തെ ഒരു ചെക്കനെ കിട്ടണം എന്നാട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവൾ അനുഭവിക്കണം അല്ലേ ചേട്ടാ? ജോൺസേട്ടയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. വലിയ താല്പര്യമില്ല, ജോൺസേട്ടയ്ക്ക് നാടാണ്, ഭയങ്കര നാണക്കാരനാണ്. ഇവിടെ നമുക്ക് വേറൊരു അടുക്കള ഉണ്ട് കേട്ടോ, പക്ഷേ ഇതിനകത്ത് ഞാൻ കുക്ക് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അടുക്കള നാശാവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണോ എന്ന് ചോദിക്കും. ഒരു കണക്കിന് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വൃത്തികേടായാൽ വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ള ടൈലൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഈ കിച്ചൺ പണിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഹൈറ്റ് കുറവാണ്, സ്ലാബ് ഹൈറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവരത് കേട്ടില്ല. കാരണം ഈ വീട് പണിയുന്ന സമയത്ത് ഞാൻ വളരെ കുറച്ച് സമയങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അവർ കുറച്ചില്ല, ഹൈറ്റാക്കി. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരമായിട്ടും ഞാനിവിടെ കുക്ക് ചെയ്യാറില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ നല്ല ഏറ്റവും എനിക്കിങ്ങനെ വാട്ടർ പ്യൂരിഫയർ വെക്കുമ്പോൾ കൺസീൽഡ് ആയിട്ട് ഇങ്ങനെ പുറത്ത് കാണരുതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൺസീൽഡ് ആയിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ ആണുള്ളത്, കാണൂല, പുറത്ത് കാണൂല. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ടാപ്പ് വന്നിട്ട്, അതിൻ്റെ ടാങ്ക് വന്നിട്ട് ഇവിടെയാണ് കണ്ടോ. അതുകൊണ്ട് ആരും കാണില്ല, മെയിൻ്റനൻസ് ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മത്തിക്കുപ്പിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടില്ല എന്നങ്ങ് നടിച്ചാൽ കേട്ടോ. അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇനി അമ്മ വരും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ, നമുക്ക് അമ്മേനെ വെയിറ്റ് ചെയ്യാം. ചോടുക്കാൻ നേരത്ത് ദേ 2 പേര് കയറി വന്നേക്കുന്നു. കയ്യമീശ വന്നൊന്നുമല്ല, ഇവിടെ ഒന്നും ഉണ്ടാവില്ലെന്നറിയാം. അതെ, അതുകൊണ്ട് അമ്മ എനിക്ക് എന്തൊക്കെയാ പറയുന്നത്. ജോജിനാണെങ്കിൽ ഇപ്പൊ ക്യാമറ കാണുമ്പോണ്ടല്ലോ, ക്യാമറക്കകത്ത് വരണം, അത് നിർബന്ധമാണ്. അപ്പൊ ഓടി വരും. അമ്മ എനിക്ക് എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തുടച്ചിട്ട് നിലയൊക്കെ നനഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ടേക്ക് എടുത്താം. ഞാൻ തുടയ്ക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണേ. അപ്പം എനിക്ക് കുറേ ഫോൺ വന്നപ്പോൾ ഞാൻ തുടച്ചുകൊണ്ടിരുന്നു. ഇതാണ് നീർക്കൊഴുക്കട്ടാ അവിയൽ. വാവ്, ഇത് ഞാൻ എവിടുന്നോ അമ്മൂമ്മേൻ്റെ നിന്ന് കഴിച്ചിട്ടുണ്ടല്ലോ. നീർക്കൊഴുക്കട്ട. വരാം ഇപ്പൊ വരാം. പിന്നെ പഴവും കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ പട്ടിണി ആയിരിക്കും ഓർത്തിട്ട് അമ്മയ്ക്ക് തിന്നാൻ അമ്മ കൊണ്ടുവന്നതാണ് എൻ്റെ അമ്മ. അല്ലേ വന്നേ പറ്റൂ അവൻ, അതാണ്. എൻ്റെ എല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒരിത്തിരി ചോറ് വെക്കാം. അയില നോക്കമ്മ, വലിയ അയില ഉണ്ട് അമ്മയ്ക്ക് വറക്കാൻ വെച്ചിട്ട്.
നൂൽപുട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, ഇളയ തേങ്ങ. ജോൺസേട്ടൻ ഉണ്ടല്ലോ ഇവിടുത്തെ പറമ്പിൽ നിന്നൊക്കെ തേങ്ങ ഇടുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവയ്ക്കില്ല, ആർക്കെങ്കിലൊക്കെ ജോൺസേട്ടൻ കൊടുത്ത് ഒഴിവാക്കും. ബിക്കോസ് ഞാൻ ഈ തേങ്ങയൊക്കെ പിന്നെ ഇവിടെ ഇരുന്ന് വാടിക്കളയും കേട്ടോ. കണ്ടോ, ജോൺസേട്ടൻ കുറേ തേങ്ങയൊക്കെ ഇടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇളയ തേങ്ങയാണ്. സോ നമുക്ക് പൊതിച്ച് എന്തെങ്കിലും ചെയ്താലമ്മ? വട്ടയപ്പ് ഉണ്ടാക്കാം. ഇവിടെ ഒരു കുഞ്ഞി തോടുണ്ട് കേട്ടോ ഞങ്ങളുടെ അടുക്കള ബാക്കിൽ, കാണിച്ചില്ല കണ്ടോ. അത് ബെൽറ്റ്, ഏലക്കായ. ഇവിടെ ആദ്യം ഓപ്പണായി കിടക്കായിരുന്നു, പിന്നെ ഇവിടെ 1-2 കുരങ്ങുകൾ വന്നു. അപ്പോൾ ജോൺസേട്ടൻ ഇത് വേഗം ലോക്കാക്കി. 1-2 കുരങ്ങെന്ന് ഉദ്ദേശിച്ചത് ഇവരെയാണ്. ഇതാ ജോജു കുരങ്ങൻ, ജോജു മങ്കി. അതുപോലെ തന്നെ ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട്. എനിക്കിതിൽ പോകാനോട്ടോ ഇഷ്ടം. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരില്ല ഈ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് ഹൈജീനിക് ആണ്. പിന്നെ അതല്ല, യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിച്ച് എല്ലാവർക്കും വയറ് ചാടും. ഇങ്ങനത്തെ ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിച്ചാൽ വയറ് ചാടില്ല കേട്ടോ. ജോജിബാ പരസ്യമായിട്ട് പറയാം. യെസ്, അതെല്ലാം അടിച്ചു വാരി തുടച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടു അല്ലേ ദോദു? ദോദു കുളിപ്പോവാൻ നഴ്സറി കൊണ്ടുവിടട്ടെ? ഞാനിങ്ങനെ എന്താ പറയുക, കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കാരണം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ എന്താ പറയുക, കുറേ കാരണങ്ങളൊക്കെ കൊണ്ടാട്ടോ ഞാൻ ലെങ്തി വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഇനി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ തലയിൽ ഡൈ ഒഴിവാക്കിയിട്ട് നീലാമരിയും ഹെന്നയും ആക്കിയിട്ട് തേക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെ ഒരു VLCC പാർലറിൽ പോയിട്ട് അവർ ഹൈഡ്രോ ഫേഷ്യൽ ചെയ്തു. അതിന് ശേഷം മുഖം നല്ല അത്യാവശ്യം നല്ല ക്ലീനായി. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എടപ്പട്ടി ഈ ഭാഗം ഒരു വയൽ പ്രദേശമാണ്, അതുകൊണ്ട് നല്ല തണുപ്പാണ്. പിന്നെ ബാബ അങ്ങോട്ടാ അയൽവക്കക്കാരൊക്കെ നല്ല സ്നേഹത്തിൽ ഒത്തൊരുമയോടെ ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ അല്പം പ്രശ്നക്കാരി. അതെ, ഇവിടെ എല്ലാവരും സ്ഥലം വിൽപ്പനയ്ക്കുണ്ടോ വാങ്ങാനെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഞാനിങ്ങനെ അയൽവക്കത്തൊക്കെ പോയി കഴിക്കുമ്പോൾ എന്നാൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സത്യമായിട്ട് ഇവിടെ അടുത്തൊക്കെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ട്. ആർക്കെങ്കിലും വേണേ പറഞ്ഞു. ഇവനിവിടെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, കാത്തു. 1 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ കാത്തു അവിടെ ഇല്ല, കാത്തു പോയി. ഗേൾ ഫ്രണ്ടിനെ കാണാനാ. ഗേൾ ഫ്രണ്ട് ഇല്ല, പോയി. ആരും വിളിച്ചാ പോകരുതെന്ന് ജോജി ഞങ്ങളോട് പറയാണ്. അമ്മമ്മ അന്നാൻറ്റി ആരും വിളിച്ചാ പോകരുത് കേട്ടോന്ന്. പറ. കുട്ടിനെ കിട്ടില്ല. ആ കുട്ടിനെ ചെളിയാക്കി ഒരു ബ്ലൂ കാർ, ഒരു വൈറ്റ് കാർ വന്ന്, ബ്ലാക്ക് കാർ വന്ന്. ഇതൊക്കെ നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ജയിലിലാക്കി. ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. മിടുക്കനാട്ടാ. വന്നു, ഒരു കുട്ടിയെ കിട്ടി, ഒരു കുട്ടിയെ കിട്ടിയില്ല. പിന്നെ ഇനിയിപ്പോ തെളിവ് സഹിതം പറയാം കണ്ടോ. അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ അമ്മ തന്നെയാണ് തിന്ന് തീർക്കുന്നത് കണ്ടോ. നിങ്ങൾ വിചാരിക്കും അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്നതല്ല അല്ല കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല നമുക്ക് അവലോസുണ്ട ഉണ്ടാക്കാം. എനിക്ക് റവയുണ്ട ഉണ്ടാക്കി തരുമോ അമ്മ? തേങ്ങയൊക്കെ ചരണ്ടി തരാം, ഉണ്ടാക്കി തരുമോ? ജോജു വന്ന് ചോറിന് ബാ. ചോറിനാ. ഇപ്പോൾ സമയം 4 മണി ആവാറായിട്ടോ. ഞങ്ങൾ ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് എണ്ണയിൽ പൊരിച്ചെടുത്ത പലഹാരങ്ങളെക്കാൾ ഇഷ്ടം ആവി കൊണ്ടുള്ളതാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയപ്പം ഒന്ന് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കേട്ടോ, നല്ല ഇളകിയ തേങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ടത്, പറമ്പ് നിട്ടത്. അപ്പം നല്ല ഇളകിയ തേങ്ങ ഇലയട പുട്ട് ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട്, വെല്ലവും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന അവിടെ ഒട്ടും ലീക്ക് ആവില്ല കേട്ടോ. കാരണം ഞാൻ ആ കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇതാക്കലും. പിന്നെ കണ്ടോ, ഈ സൈഡ് ഇങ്ങനെ വിരൽ വെച്ച് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും എല്ലാ ഭാഗവും.
പിന്നെ ഇങ്ങനെ 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 കണ്ടോ നേരെ ഇഡ്ഡലി ചെമ്പിലേക്ക്. ഓക്കെ, അതുപോലെ മാവ് കണ്ടോ, ഇരുപരുവത്തിലാണ് ഞാൻ മാവാക്കുക. മാവിങ്ങനെ കൈ കൊണ്ട് ഉരുളിയാക്കി തുള്ളി വെളിച്ചെണ്ണയും തൊട്ട് അങ്ങനെ പ്രസ് ചെയ്തെടുക്കും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്, എനിക്കറിയാം. ഞാൻ പിന്നെ ഒരു നേരം പോക്കിൽ ഒരു ആഫ്രിക്ക, അമേരിക്ക, ഓസ്ട്രേലിയ ഒക്കെ വരയ്ക്കും. ആഫ്രിക്ക, അമേരിക്ക, ഓസ്ട്രേലിയ കണ്ടോ. അപ്പം ഇനി ചായ കുടിക്കുമ്പോൾ കാണാം. അങ്ങനെ സമയം 6:30 ആയിട്ടോ. ഞങ്ങൾ ഇലയുടെ ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ മേല് കഴുകാൻ വേണ്ടി പോയിട്ടോ. അമ്മ ഇതേ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അടയിൽ കുറച്ച് നേരം തുറന്നു നോക്കാം. എനിക്ക് ശരിക്കും ചൂടുള്ളതിനേക്കാൾ ഇഷ്ടം ഒന്ന് തണുത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം ആനൂസുപ്പ. തിന്നുകൊണ്ടേയിരിക്കും. ഇനി ഞാൻ എല്ലാ വീഡിയോയ്ക്കും കുറച്ച് ലെങ്ത് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മുടിയൊക്കെ നരച്ച് പ്രായമായി കണ്ടോ. ഞാൻ ഇതുവരെ ഡൈ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ നീലാമരിയും പിന്നെന്താ എണ്ണയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തേക്കുന്നത്. കാരണം എനിക്ക് ഡൈ ചെയ്യാൻ തുടങ്ങിയോണ്ടാണെന്ന് അറിയില്ല, അവിടെ ഇങ്ങനെ കറുത്ത കുത്തുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു പേടി പോലെ, കെമിക്കലല്ലേ എന്തായാലും. ഓക്കെ, ബൈ.